മദ്യപിക്കാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ സന്തോഷമായിരിക്കൂ. ഏത് സമയത്തും ഞങ്ങൾ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ സർക്കാരിൻ്റെ പുതിയ നിലപാട്. 10 വർഷങ്ങൾക്ക് മുൻപ് മദ്യനിർമ്മാർജ്ജനം എന്ന പരസ്യം നൽകി അധികാരത്തിൽ വന്നവരാണ് നമ്മുടെ LDF സർക്കാർ. എന്നിട്ടോ 10ാം വർഷം എത്തിയപ്പോഴേക്കും അർദ്ധരാത്രിയും കൂടി മദ്യം നൽകി കുടിപ്പിച്ച് കിടത്തിയ അവസ്ഥയായി. വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ചില ചെറിയ കാര്യങ്ങൾ പറയാതെ വയ്യ. ഇപ്പോൾ തന്നെ വൈകിട്ട് പൊതുനിരത്തിലൂടെ നടക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. വെള്ളമടിച്ച് നിലതെറ്റി ബൈക്കിലും കാറിലുമൊക്കെ വരുന്നവരെ പേടിച്ച് ആളുകൾ സായാഹ്ന നടത്തം ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ എന്താകും അവസ്ഥ? ആരും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങരുത്. വാഹനാപകടം മാത്രമല്ല, മദ്യപിച്ച് നിലതെറ്റി പാതിരാവിൽ ഇറങ്ങി നടക്കുന്നവർ മറ്റു രീതിയിലും ആക്രമിച്ചേക്കാം. രാവിൻ്റെ മറയുണ്ടല്ലോ എന്തിന്? കേരളം കുടിച്ച് മരിക്കട്ടെ, നമുക്കെന്താ എന്ന ഭരണകർത്താക്കളുടെ മനോഭാവം അഭിനന്ദനാർഹം തന്നെയാണ്. എത്രയോ വ്യവസായശാലകൾ കേരളത്തിൻ്റെ അങ്ങോളം അടഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ ഒന്ന് തുറന്ന് പാവം തൊഴിലാളികളെ പട്ടിണിയിൽ നിന്നും കരകയറ്റാൻ എന്തെങ്കിലും ചെയ്തോ നമ്മുടെ തൊഴിലാളി വർഗ സർക്കാർ? ചുവപ്പ് നാടയിൽ കുരുങ്ങി ജീവിതം മുന്നോട്ട് പോകാനാകാതെ മരണം കാത്തുകിടക്കുന്ന എത്രയോ ജീവനുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തോ ഇവർ? പക്ഷേ ബാറുകാരുടെ ആഗ്രഹ സഫലീകരണം മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഫയലുകളായി ഒപ്പുവെച്ച് നടപ്പിലാക്കി. മിടുക്ക് കാണിച്ചിട്ടുണ്ട് എക്സൈസ് മന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും. അതിന് മന്ത്രിസഭാ യോഗം വേണ്ട, നിയമസഭാ ചർച്ച വേണ്ട, പൊതുജനാഭിപ്രായം ഒട്ടും വേണ്ട. ബാർ മുതലാളിമാരുടെ മാത്രം അഭിപ്രായം മതി. കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഇനി 2 മാസങ്ങളേയുള്ളൂ. അതിനുള്ളിൽ മുതലാളിമാരിൽ നിന്നും കോടികൾ ഫണ്ടാക്കി മാറ്റാനുള്ളതാണ്. സത്യത്തിൽ ഈ ബാർ മുതലാളിമാർ പ്രവൃത്തി സമയം 24/7 വേണമെന്ന് ആവശ്യപ്പെടേണ്ടതായിരുന്നു. അത് അനുവദിച്ചേനെ. ഫണ്ട് മതിയല്ലോ നമുക്ക്.